ഹലോ എവ്രിവൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാ ഞായറാഴ്ചത്തെയും പോലെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്ന കറണ്ട് അഫയേഴ്സ് സെഷനിലാണ് ഇന്നുള്ളത്. ഇതാ നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെഷനിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ഔദ്യോഗികമായി നടപ്പിലാക്കിയ അന്താരാഷ്ട്ര കൂട്ടായ്മ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രീൻ താരിഫ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഗ്രീൻ താരിഫ് എന്നറിയപ്പെടുന്ന കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ഔദ്യോഗികമായി നടപ്പിലാക്കിയ അന്താരാഷ്ട്ര കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ. അപ്പോൾ എന്താണ് ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം അല്ലെങ്കിൽ ഈ ഗ്രീൻ താരിഫ് എന്ന് ചോദിച്ചാൽ, യൂറോപ്യൻ യൂണിയനിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാർബൺ ബഹിർഗമന തോത് കൂടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തുന്ന ഒരു പ്രത്യേക ഇറക്കുമതി നികുതിയാണ് ഈ പറഞ്ഞ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം അല്ലെങ്കിൽ ഗ്രീൻ താരിഫ് എന്ന് പറയുന്നത്. ഈ നിയമം 2023 അവതരിപ്പിച്ചത്. 2026 ജനുവരി 1 ഇത് നിലവിൽ വരികയും പ്രാബല്യത്തിൽ വരികയും ചെയ്തു. പൂർണ്ണമായും പ്രാബല്യത്തിലാവുകയും ചെയ്തു. ഇന്ത്യയിൽ നിന്നിപ്പോൾ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സ്റ്റീൽ, അലുമിനിയം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് ഈ നികുതി ബാധകമാകുന്നുണ്ട്. ഇത്തരത്തിൽ ഇത് ബാധകമാകുന്നതോടെ അവയുടെ വില വർദ്ധിക്കുകയും ഇത് വിപണിയിലെ ഡിമാൻഡിനെ ബാധിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം, ഗ്രീൻ താരിഫ് എന്നറിയപ്പെടുന്ന കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ഔദ്യോഗികമായി നടപ്പിലാക്കിയ അന്താരാഷ്ട്ര കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ. ഓക്കെ. പലകകൾ തുന്നിക്കെട്ടി നിർമ്മിക്കുന്ന പുരാതന രീതി ഉപയോഗിച്ച് INSV കൗണ്ടിന്യ എന്ന കപ്പൽ നിർമ്മിച്ച മലയാളി ശില്പി ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു പുരാതന രീതി ഉപയോഗിച്ചുകൊണ്ട്, അതായത് ആണികളൊന്നും തന്നെ ഉപയോഗിക്കാതെ പലകകളൊക്കെ തുന്നിക്കെട്ടിയാണ് ഇവിടെ ഒരു കപ്പൽ നിർമ്മിച്ചിട്ടുള്ളത്. ശില്പി ഒരു മലയാളിയാണ് എന്നത് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. INSV കൗണ്ടിന്യ എന്ന ഈ ഒരു കപ്പൽ ഇത്തരത്തിൽ ആണികൾ ഉപയോഗിക്കാതെ പലകകൾ തുന്നിക്കെട്ടി മാത്രം നിർമ്മിക്കുന്ന പുരാതന രീതി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കപ്പൽ നിർമ്മിച്ചിട്ടുള്ളത് ബാബു ശങ്കരൻ എന്ന മലയാളിയാണ്. ഇന്ത്യൻ നേവിക്ക് വേണ്ടിയാണ് തുന്നിക്കെട്ടിയ കപ്പൽ നിർമ്മിച്ചിട്ടുള്ളത്. പ്രധാന ശില്പിയാണ് ഇദ്ദേഹം. ഇത്തരത്തിൽ നിർമ്മിക്കുന്നതിനുള്ള ഒരു പ്രധാന ശില്പിയാണ് ബാബു ശങ്കരൻ. ഇദ്ദേഹം ഇതുപോലെ തന്നെ ഒമാൻ ഭരണകൂടത്തിന് വേണ്ടിയും കപ്പൽ നിർമ്മിച്ചിട്ടുണ്ട്. 2010 ഒമാനിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് യാത്ര ചെയ്യുകയും പിന്നീട് ആ ഒരു കപ്പൽ സിംഗപ്പൂരിന് സമ്മാനമായി നൽകുകയൊക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആണികളില്ലാതെ പലകകൾ തുന്നിക്കെട്ടി നിർമ്മിക്കുന്ന പുരാതന രീതി ഉപയോഗിച്ച് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി INSV കൗണ്ടിന്യ എന്ന കപ്പൽ നിർമ്മിച്ച മലയാളി ശില്പി ആരാണ്? ബാബു ശങ്കരനാണ്. ബാബു ശങ്കരൻ 2025 പ്രഖ്യാപിച്ച 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ, ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ കലാസംവിധാനത്തിനുള്ള പുരസ്കാരം മോഹൻദാസ് ആണ് നേടിയത്. കലാസംവിധാനത്തിനുള്ള പുരസ്കാരം നേടിയത് മോഹൻദാസ് ആണ്. ഏത് ചിത്രത്തിലെ മികവിനാണ് ഇദ്ദേഹത്തിന് കലാസംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? 2018 എന്ന ചിത്രത്തിനാണ്. 2018. 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. അതിൽ കലാസംവിധാനത്തിനുള്ള പുരസ്കാരം മോഹൻദാസ് നേടുകയും ചെയ്തു. ഏത് ചിത്രത്തിനുള്ള മികവിനാണ് നേടിയത്? 2018 എന്ന ഈ ഒരു ചിത്രത്തിനായിട്ടാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഒന്ന് റിവൈസ് ചെയ്യാം. ഗ്രീൻ താരിഫ് അല്ലെങ്കിൽ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം, ഗ്രീൻ താരിഫ് എന്നറിയപ്പെടുന്ന കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ഔദ്യോഗികമായി നടപ്പിലാക്കിയ അന്താരാഷ്ട്ര കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ. ആണികളില്ലാതെ പലകകൾ തുന്നിക്കെട്ടിക്കൊണ്ട് നിർമ്മിക്കുന്ന പുരാതന രീതി ഉപയോഗിച്ച് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി INSV കൗണ്ടിന്യ എന്ന കപ്പൽ നിർമ്മിച്ച മലയാളി ശില്പിയാണ് ബാബു ശങ്കരൻ. 2025 പ്രഖ്യാപിച്ച 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ കലാസംവിധാനത്തിനുള്ള പുരസ്കാരം മോഹൻദാസ് നേടിയത്
ഏത് ചിത്രത്തിലെ മികവിനാണ്? 2018 2018 എന്ന ചിത്രത്തിനാണ്. ഇനി ഒരു സൈബർ കുറ്റകൃത്യത്തിൻ്റെ പേരാണ് ഫോൺ ഹാമിംഗ്. എന്താണ് ഫോൺ ഹാമിംഗ്? യൂട്യൂബിലും മറ്റും കാഴ്ചക്കാരുടെ എണ്ണം പെരുപ്പിച്ച് കാണിക്കുന്നതിനായിട്ട് കൃത്രിമമായി നിർമ്മിച്ച മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന സൈബർ ക്രൈമാണ് ഈ ഫോൺ ഹാമിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ യൂട്യൂബിലും ഇപ്പോൾ വ്യൂവേഴ്സ് കൂടണം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ യൂട്യൂബിലായാലും മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും വ്യൂവേഴ്സ് അല്ലെങ്കിൽ കാഴ്ചക്കാരുടെ എണ്ണം പെരുപ്പിച്ച് കാണിക്കുന്നതിനായിട്ട് കൃത്രിമമായിട്ട് ഇങ്ങനെ ധാരാളം മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് സൈബർ ക്രൈമുകളൊക്കെ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സൈബർ ക്രൈമിൻ്റെ പേരാണ് ഫോൺ ഹാമിംഗ് എന്നത്. ഫോൺ ഹാമിംഗ്. അടുത്തത് ആറാമത് ലോക ദുരന്ത നിവാരണ കോൺഗ്രസിൻ്റെ വേദിയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആറാമത് ലോക ദുരന്ത നിവാരണ കോൺഗ്രസിന് വേദിയായ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അടുത്തത് 2025 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അപ്പോൾ പട്ടിണി സൂചിക എന്ന് മാത്രമല്ല മറ്റു ചില ഇൻഡീസസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആഗോള പട്ടിക സൂചികയിൽ 2025 ആഗോള പട്ടിക സൂചികയിൽ ഈ 2025 കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 102 102 സ്ഥാനത്താണ്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ സ്ഥാനം 102. ആകെ 123 രാജ്യങ്ങളാണ് ആ ഒരു സൂചികയിലുള്ളത്. അപ്പോൾ 2025 ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യക്ക് 25.8 സ്കോർ ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു സ്കോർ ഇന്ത്യ ഗുരുതരമായ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് സൂചിപ്പിക്കുന്ന നമ്പറാണ്. പിന്നെ സൊമാലിയയാണ് ഏറ്റവും പട്ടിണിയുള്ള രാജ്യം. 2025 ഏറ്റവും പട്ടിണിയുള്ള രാജ്യം ഏതാണ്? സൊമാലിയയാണ് ഏറ്റവും പട്ടിണിയുള്ള രാജ്യം. ഇനി കുറച്ച് വിവിധ സൂചികകൾ നമുക്ക് നോക്കാം. ആഗോള സമാധാന സൂചിക 2025 കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 115. ഒന്നാമത് ഐസ്ലൻഡാണ് കേട്ടോ. ഒന്നാമത് വരുന്നത് ഐസ്ലൻഡാണ്. ആഗോള സമാധാന സൂചിക ഇന്ത്യയുടെ സ്ഥാനം 115. ഒന്നാമത് ഐസ്ലൻഡാണ്. അടുത്തത് ലോക സന്തോഷ സൂചിക ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ്. എപ്പോഴും നമുക്കറിയാം ഒന്നാം സ്ഥാനം ആർക്കാണ്? ഫിൻലൻഡിനാണ്. ഒന്നാം സ്ഥാനം ഫിൻലൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം 118 ഇന്ത്യയുടെ ലോക സന്തോഷ സൂചികയിൽ സ്ഥാനം വരുന്നത്. ഇനി ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151. ഒന്നാം സ്ഥാനം നോർവേയാണ്. 2025 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 102. ആഗോള സമാധാന സൂചികയിൽ 115 ഇന്ത്യയുടെ സ്ഥാനം. ആഗോള സന്തോഷ സൂചികയിൽ 118 ഇന്ത്യയുടെ സ്ഥാനം. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 151. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്യാം. യൂട്യൂബിലും മറ്റും കാഴ്ചക്കാരുടെ എണ്ണം പെരുപ്പിച്ചു കാണിക്കുന്നതിനായി കൃത്രിമമായി ധാരാളം മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് നടത്തുന്ന സൈബർ ക്രൈമിൻ്റെ പേര് ഫോൺ ഹാമിംഗ് എന്നാണ്. ആറാമത് ലോക ദുരന്ത നിവാരണ കോൺഗ്രസിന് വേദിയായ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 2025 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 102. ആഗോള സമാധാന സൂചികയിൽ 115. ആഗോള സന്തോഷ സൂചികയിൽ 118. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 151. ഇനി 2025 വനിതാ കബഡി ലോകകപ്പ് നേടിയ രാജ്യം. 2025 വനിതാ കബഡി ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2025 നവംബറിൽ ബംഗ്ലാദേശിൽ വെച്ച് നടന്ന ഫൈനലിൽ ചൈനയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ കിരീടം നേടിയിട്ടുള്ളത്.
11 രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുള്ള ടൂർണമെൻറ്റിലെ ഒരു മത്സരം പോലും ഇന്ത്യൻ ടീം ജയിക്കാതെ ഇരുന്നിട്ടില്ല. എല്ലാ മത്സരവും ജയിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ടീം ഈ ഒരു വിജയം നേടിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇങ്ങനെ ഈ ഒരു വിജയം നേടുന്ന ഇന്ത്യൻ ടീം രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെ ഒരു ഇന്ത്യൻ ടീം വനിതാ കബഡി ലോകകപ്പ് സ്വന്തമാക്കുന്നത്. 2012 പാറ്റ്നയിൽ വെച്ച് നടന്നിട്ടുള്ള ആദ്യ വനിതാ കബഡി ലോകകപ്പിൽ നമ്മുടെ ഇന്ത്യ തന്നെയായിരുന്നു ജേതാക്കളായിട്ടുണ്ടായിരുന്നത്. ഇനി ഈ വനിതാ കബഡി ലോകകപ്പ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? ഇന്ത്യൻ വനിതാ കബഡി ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഋതു നേഗി. ഇന്ത്യൻ വനിതാ കബഡി ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഋതു നേഗി. 2025 വനിതാ കബഡി ലോകകപ്പ് നേടിയ രാജ്യം ഇന്ത്യയാണ്. ചൈനയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യൻ വനിതാ കബഡി ടീം ക്യാപ്റ്റൻ ഋതു നേഗി. 2022 കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയ വ്യക്തി ഈ അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹം ഒരു പ്രശസ്ത ഹംഗേറിയൻ ചലച്ചിത്ര സംവിധായകനായിരുന്നു. അദ്ദേഹമാണ് ബേലാ താർ എന്ന ഇദ്ദേഹം ഈ അടുത്തിടെയാണ് അന്തരിച്ചത്. 2022 കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയ ഈ വ്യക്തി പ്രശസ്ത ഹംഗേറിയൻ ചലച്ചിത്ര സംവിധായകനാണ്. പേര് ബേലാ താർ. റോഡ് നിർമ്മാണത്തിനായി ബയോബിറ്റുമിൻ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? റോഡ് നിർമ്മാണത്തിനായിട്ട് ബയോബിറ്റുമിൻ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഇപ്പോൾ റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബയോബിറ്റുമിൻ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യമായിട്ട് നമ്മളെ ഇന്ത്യ മാറിയിട്ടുണ്ട്. ഈ ഒരു കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് കേന്ദ്ര ഗതാഗത മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയാണ്. ഇപ്പോൾ കാർഷിക അവശിഷ്ടങ്ങളൊക്കെ, ഇപ്പോൾ അഗ്രികൾച്ചർ വേസ്റ്റ്, ബയോമാസ് പോലെയുള്ളവയൊക്കെ ശരിക്കും പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നവയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളവ ഇതിൽ നിന്നാണ് പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഈ ഒരു ബിറ്റുമിൻ നിർമ്മിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ച് നെൽവയലുകളിലൊക്കെ കർഷകർ, ഇപ്പോൾ നോർത്തിലൊക്കെ നമുക്ക് ആ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കേൾക്കാം. കർഷകർ ഈ പറഞ്ഞ റൈസ് സ്ട്രോ, സ്റ്റബിൾസ് ഒക്കെ ഈ വൈക്കോല് പോലെയുള്ള കൃഷി കഴിഞ്ഞിട്ടുള്ള ശേഷമുള്ള വസ്തുക്കളൊക്കെ പാഴ്വസ്തുക്കളായിട്ട് കണക്കാക്കി അവ കത്തിച്ച് കളയും. അപ്പോൾ അത് പ്രകൃതി മലിനീകരണത്തിന്, അന്തരീക്ഷ മലിനീകരണത്തിനൊക്കെ കാരണമാകും. അപ്പോൾ ഇങ്ങനെയുള്ള പാഴ്വസ്തുക്കളാണ്, വൈക്കോല് പോലെയുള്ള പാഴ്വസ്തുക്കളാണ് ഈ ഒരു ബയോബിറ്റുമിൻ ഉണ്ടാക്കുന്നതിനായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിലൂടെ എന്താണ്, കർഷകർ വൈക്കോൽ കത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം തടയുന്നതിനായിട്ട് ഇതിലൂടെ സാധിക്കും. സാധാരണയായിട്ട് ഇപ്പോൾ പെട്രോളിയം, ക്രൂഡ് ഓയിൽ നിന്നാണ് ഈ ബിറ്റുമിൻ നോർമലി വേർതിരിച്ച് എടുക്കുന്നത്. അതല്ലാതെ ബയോബിറ്റുമിൻ വരുന്നതോടുകൂടി, ഇപ്പോൾ ഈ ഒരു ബയോബിറ്റുമിൻ വരുന്നതോടുകൂടി ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗവും ഇറക്കുമതി ചെലവും നല്ല രീതിയിൽ ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ റോഡ് നിർമ്മാണത്തിനായിട്ട് ബയോബിറ്റുമിൻ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി മാറിയത് ആരാണ്? നമ്മുടെ ഇന്ത്യയാണ്. നമ്മളാണ് ഇത്തരത്തിൽ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്യാം. 2025 വനിതാ കബഡി ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യൻ ടീമാണ്. ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? ഋതു നേഗിയാണ്. 2022 കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം പുരസ്കാരം നേടിയ അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഹംഗേറിയൻ ചലച്ചിത്ര സംവിധായകൻ ആരാണ്? ബേലാ താർ. റോഡ് നിർമ്മാണത്തിനായിട്ട് ബയോബിറ്റുമിൻ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. അടുത്തത് 2026 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം
ഫ്രാൻസ് ആണ്. ഫ്രാൻസ് 2026 52ാമത് G7 ഉച്ചകോടിയാണ്. G7 ആണ്. G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന ആരാണ്? ഫ്രാൻസ് ആണ്. ഫ്രാൻസ് 2026 52ാമത് G7 ഉച്ചകോടി നടക്കുന്നു. 2026 52ാമത് G7 ഉച്ചകോടി. ഈ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. ഇനി 2 പദ്ധതികളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത് എന്താണ് വയോമിത്രം പദ്ധതി? വയോമിത്രം പദ്ധതി 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിനായി സംസ്ഥാന സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോമിത്രം പദ്ധതി. വയോമിത്രം പദ്ധതി. വയോമിത്രം പദ്ധതി നടത്തുന്നത് സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. സംസ്ഥാനത്തെ വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി നഗരപ്രദേശങ്ങളിലെ 65 വയസ്സിന് മുകളിൽ, പ്രായം ശ്രദ്ധിക്കണം കേട്ടോ, 65 വയസ്സാണ്. 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ടാണ് സംസ്ഥാന സാമൂഹിക സുരക്ഷാ മിഷൻ ഈ ഒരു വയോമിത്രം പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പം ഇതാണ് വയോമിത്രം പദ്ധതി. ഇനി ഓർമ്മത്തോണി. ഓർമ്മത്തോണി അൽഷിമേഴ്സ്, ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങളൊക്കെ ബാധിച്ചിട്ടുള്ള വയോജനങ്ങൾക്ക് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി പദ്ധതി. ഓർമ്മത്തോണി. ഓർമ്മത്തോണി പദ്ധതി ഡിമെൻഷ്യ, അൽഷിമേഴ്സ് എന്നിവ ബാധിച്ച വയോജനങ്ങൾക്ക് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴിയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കി കൊടുക്കുന്നത്. ഇതിൽ ഈ ഒരു ഓർമ്മത്തോണി പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ ഡിമെൻഷ്യ ബാധിതരെയും കണ്ടെത്തി അനുയോജ്യമായിട്ടുള്ള സേവനങ്ങളൊക്കെ ലഭ്യമാക്കും എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി വഴി പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. അപ്പം ഇതാണ് ഓർമ്മത്തോണി പദ്ധതി. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ? 2026 52ാമത് G7 ഉച്ചകോടി. ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. വയോമിത്രം പദ്ധതി എന്താണ്? 65 വയസ്സിനു മുകളിലുള്ള വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോമിത്രം പദ്ധതി. വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നഗരപ്രദേശങ്ങളിലെ 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങളുടെ സംരക്ഷണം, അതുപോലെ ആരോഗ്യ പരിപാലനം, ഇവയ്ക്കൊക്കെ പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ടാണ് സംസ്ഥാന സാമൂഹിക സുരക്ഷാ മിഷൻ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഓർമ്മത്തോണി പദ്ധതി എന്തായിരുന്നു? ഓർമ്മത്തോണി ഓർമ്മയാണല്ലോ. അപ്പോൾ ഓർമ്മ, ആ ഒരു ഡിമെൻഷ്യ, അൽഷിമേഴ്സ് പോലെയുള്ള രോഗങ്ങൾ ബാധിച്ച വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ. അപ്പോൾ വയോജനങ്ങൾക്ക് ഇത്തരത്തിൽ അൽഷിമേഴ്സ്, ഡിമെൻഷ്യ പോലെയുള്ള രോഗങ്ങൾ ബാധിച്ച വയോജനങ്ങൾക്ക് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. ഓർമ്മത്തോണി. ഓക്കെ അല്ലേ? അടുത്ത സെറ്റ് ചോദ്യം. 100,000-ലധികം ട്രെയിൻഡ് ഡ്രോൺ ഓപ്പറേറ്റർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ആർമി രൂപീകരിച്ചിട്ടുള്ള ഒരു മോഡേൺ വാർഫെയർ ഫോഴ്സാണ് ഭൈരവ് എന്ന് പറയുന്നത്. ഭൈരവ് എന്ന പേരിലാണ് ഈ ഒരു മോഡേൺ വാർഫെയർ ഫോഴ്സ് രൂപീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയുടെ സൈനിക നവീകരണത്തിൻ്റെ വലിയൊരു ചുവടുവയ്പ്പായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ആർമി ഈ ഒരു ഭൈരവ് എന്ന പേരിൽ പുതിയ മോഡേൺ വാർഫെയർ ഫോഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ യുദ്ധരംഗത്തേക്ക് ഡ്രോൺ സാങ്കേതിക വിദ്യയെ സംയോജിപ്പിക്കുക എന്നതാണ് ഈ ഒരു ഭൈരവ് എന്ന ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതൊരു എലൈറ്റ് ഫോഴ്സ് പദ്ധതിയാണ്. ഈ എലൈറ്റ് ഫോഴ്സ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഇതാണ്: ഡ്രോണിനെ യുദ്ധരംഗത്തേക്ക് സംയോജിപ്പിക്കുക എന്നതാണ്. ഇങ്ങനെ പുതിയ സേനയിൽ, ഇതൊരു പുതിയ സേനയാണെന്ന് നമ്മൾ പറഞ്ഞു, പുതിയ സേനയിൽ 100,000-ലധികം ട്രെയിൻഡ് ഡ്രോൺ ഓപ്പറേറ്റർമാരെയാണ് ഇതിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. ഇതോടുകൂടി നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡ്രോൺ അധിഷ്ഠിത യുദ്ധസേനകളിൽ ഒന്നായിട്ട് നമ്മുടെ ഭൈരവ് മാറും. അപ്പോൾ 100,000-ലധികം ട്രെയിൻഡ് ഡ്രോൺ ഓപ്പറേറ്റർമാരെ ഉൾപ്പെടുത്തി ഇന്ത്യൻ ആർമി ഫോഴ്സ് രൂപീകരിച്ചിട്ടുള്ള പുതിയ മോഡേൺ വാർഫെയർ ഫോഴ്സാണ് ഭൈരവ്. ഭൈരവ്.
അടുത്തിടെ ഭൗമ സൂചിക പദവി ജി ഐ ടാഗ് ലഭിച്ച രാജസ്ഥാനിലെ ഒരു സസ്യമുണ്ട്. ഏതാണ്? നഗൗരി അശ്വഗന്ധ. നാഗൗരി അശ്വഗന്ധ എന്നത് രാജസ്ഥാനിലെ നാഗൗർ ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോകപ്രശസ്തമായിട്ടുള്ള അശ്വഗന്ധ ഇനത്തിൽപ്പെടുന്ന ഒന്നാണ്. അതാണ് ഈ നാഗൗരി അശ്വഗന്ധ. അതിനാണ് ഈ അടുത്തിടെ ഇപ്പോൾ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് GI ടാഗ് ഭൗമ സൂചിക പദവി ലഭിച്ചിട്ടുള്ളത്. നാഗൗരി അശ്വഗന്ധ. അപ്പോൾ ഈ വരണ്ട കാലാവസ്ഥയിലും മണ്ണും അവിടുത്തെ ഒരു മണ്ണുമൊക്കെയാണ് ഈ ഒരു സസ്യത്തിന് പ്രത്യേക ഒരു സവിശേഷ ഗുണം നൽകുന്നത് എന്നാണ് പറയുന്നത്. ഈ ഒരു സസ്യത്തിൻ്റെ വേരുകൾക്ക് പോലും പ്രത്യേക ഒരു സുഗന്ധമുണ്ട്. അപ്പോൾ സാധാരണ അശ്വഗന്ധയെ അപേക്ഷിച്ച് ഇതിൽ കൂടുതൽ ഔഷധ ഗുണമുള്ള ഘടകങ്ങൾ ഉയർന്ന അളവിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ രാജസ്ഥാനിലെ നഗൗരി അശ്വഗന്ധയ്ക്കാണ് ഈ അടുത്തിടെ ഭൗമ സൂചിക പദവി അഥവാ GI ടാഗ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഏത് രാജ്യത്തെ ബിസിനസ് പ്രൊഫഷണലുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യ പ്രധാനമായും EB4 ബിസിനസ് വിസ ആരംഭിച്ചിട്ടുള്ളത്? ഒരു പ്രത്യേകതരം വിസയാണ് EB4 ബിസിനസ് വിസ. ഇത് പ്രത്യേകമായി ഒരു രാജ്യത്തെ ബിസിനസ് പ്രൊഫഷണലുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യ തയ്യാറാക്കിയിട്ടുള്ളത്. ഏതാണ്? ചൈനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചൈനീസ് ബിസിനസ് പ്രൊഫഷണലുകൾ ഇപ്പോൾ നിർദ്ദിഷ്ട വ്യാവസായിക വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ അനുമതി നൽകുന്ന തരം പുതിയ ഇനം വിസയാണ് EB4 ബിസിനസ് വിസ എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്ഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ് വിസ അഥവാ EB4 വിസ എന്നതാണ് ഇത്. ഇത്തരത്തിലൊരു ബിസിനസ് വിസ അവതരിപ്പിക്കുമ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം സുസ്ഥിരമാക്കുന്നതിനും ക്രമേണ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇരു രാജ്യങ്ങളും ഇന്ത്യയും ചൈനയും അംഗീകരിച്ചിട്ടുള്ള ഒരു നടപടിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വിസ ആരംഭിക്കുന്നത്, EB4 ബിസിനസ് വിസ. അപ്പോൾ ഏത് രാജ്യത്തെ ബിസിനസ് പ്രൊഫഷണലുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യ പ്രധാനമായിട്ടും EB4 ബിസിനസ് വിസ ആരംഭിച്ചത്? ചൈനയാണ്. ചൈന. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? 100,000-ലധികം ട്രെയിൻഡ് ഡ്രോൺ ഓപ്പറേറ്റർമാരെ ഉൾപ്പെടുത്തി ഇന്ത്യൻ ആർമി രൂപീകരിച്ച മോഡേൺ വാർഫെയർ ഫോഴ്സാണ് ഭൈരവ് എന്നത്. ഭൈരവ്. അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ച രാജസ്ഥാനിലെ സസ്യമാണ് നഗൗരി അശ്വഗന്ധ. നഗൗരി അശ്വഗന്ധ. ഏത് രാജ്യത്തെ ബിസിനസ് പ്രൊഫഷണലുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യ പ്രധാനമായും EB4 ബിസിനസ് വിസ ആരംഭിച്ചത്? ചൈനയാണ്. ചൈന. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കറണ്ട് അഫെയർസ്. പറഞ്ഞ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കറണ്ട് അഫെയർസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു രീതി, ആ ഒരു ഡ്രൈനെസ് കാണാൻ സാധ്യതയുണ്ട്. പക്ഷെ അതങ്ങനെ കണക്കാക്കണ്ട. കുറച്ച് പോർഷൻസ് ആയിട്ട് പഠിച്ചു പോയാൽ മതി. നമുക്ക് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മുടെ ഫ്യൂച്ചർ സേഫ് ആക്കാൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.